അന്നും ഇന്നും യുദ്ധത്തിന് ഫണ്ട് ചെയ്യുന്നവരാണ് ആദ്യമായി ഫ്രീഡം ഓഫ് സ്പീച്ചും സെക്യുലറിസം ലിംഗസമത്വവും ഒക്കെ കൊണ്ടുവന്നത്. അതിന് അവർക്ക് അവരുടേതായ ലോങ് ടേം ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. ഈ ആശയങ്ങൾ സാക്ഷാത്കരിക്കാൻ നിലവിലെ പവർ സ്ട്രക്ചേഴ്സ് മുഴുവൻ തകരേണ്ടതുണ്ട് എന്നും അന്നേ ആഡം വീഷിഫ്റ്റ് പറഞ്ഞു വെച്ചിരുന്നു. അതിനായി ഒരു 6 പോയിന്റ് അജണ്ടയും വീഷിഫ്റ്റ് മുന്നോട്ട് വെച്ചിരുന്നതായി നമ്മൾ പഴയൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഒന്ന്, അബോളിഷൻ ഓഫ് ഓൾ ഓർഡേർഡ് ഗവൺമെന്റ്സ്. ഓർഡേർഡ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഓർഡറിൽ അഥവാ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരിക്കുന്ന ഭരണകൂടങ്ങൾ, അവയെ ഇല്ലാതാക്കുക. 2, അബോളിഷൻ ഓഫ് ഇൻഹെറിറ്റൻസ്. പാരമ്പര്യ സ്വത്തവകാശം നിരോധിക്കുക. 3, അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. സ്വകാര്യ സ്വത്തുക്കൾ ഉന്മൂലനം ചെയ്യുക. 4, അബോളിഷൻ ഓഫ് പാട്രിയോട്ടിസം. ദേശീയത ഉന്മൂലനം ചെയ്യുക. 5, അബോളിഷൻ ഓഫ് ഫാമിലി. കുടുംബങ്ങളിൽ അധിഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥ ഇല്ലാതാക്കുക. 6, അബോളിഷൻ ഓഫ് റിലിജിയൻ. മതവിശ്വാസങ്ങളുടെ നിരോധനം. നോക്കൂ, 1785 ഇപ്പറയുന്ന 6 ലക്ഷ്യങ്ങളുള്ള ഇല്യൂമിനാറ്റി നിരോധിക്കപ്പെടുന്നു. അവിടുന്ന് 63 വർഷങ്ങൾക്ക് ശേഷം ഒരുവിധം ഇതേ പ്രഖ്യാപിത ലക്ഷ്യങ്ങളോടുകൂടി മാർക്സിന്റെ കമ്മ്യൂണിസം വരുന്നു. ഇല്യൂമിനാറ്റി സ്ഥാപകൻ ആഡം വീഷിഫ്റ്റിന് അഭയം നൽകിയ അതേ ജർമ്മനിയിൽ നിന്ന്. മാർക്സിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം വരുന്നത് ഹെഗേലിയൻ ഡയലക്റ്റിക്സിൽ നിന്ന്. ആ ഹെഗലാകട്ടെ ഫോർമലായി തന്നെ ഒരു ബവേറിയൻ ഇല്യൂമിനാറ്റി അംഗം. അപ്പോ ആഡം വീഷിഫ്റ്റിന്റെ ഇല്യൂമിനാറ്റി എന്ന ഗൂഢസംഘം നിരോധനത്തിന് ശേഷം രൂപം മാറി വന്നതാണ് കമ്മ്യൂണിസം എന്നൊരു സംശയം ആർക്കെങ്കിലും തോന്നിയാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും?